നമസ്കാരം. മുന്നോട്ടിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ സമഗ്രമായ പരിപാടികൾ തന്നെ കാലാകാലങ്ങളായി നടക്കുന്നുണ്ട്. പോലീസും മോട്ടോർ വാഹന വകുപ്പും റോഡ് സേഫ്റ്റിയും അതോറിറ്റിയും മറ്റ് സ്വകാര്യ ഏജൻസികളടക്കം സംയുക്തമായി തന്നെ പലപ്പോഴും പരിപാടികൾ നടത്തുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും റോഡ് അപകടങ്ങൾ വീണ്ടും കൂടുകയാണ്. എഡ്യൂക്കേഷനും എൻഫോഴ്സ്മെന്റും എഞ്ചിനീയറിംഗും ഒക്കെ ശക്തമായി നടപ്പാക്കുമ്പോൾ പോലും ഇനിയും എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടോ? റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ, അപകട മരണങ്ങൾ ഒഴിവാക്കാൻ, പരിക്കുകൾ ഒഴിവാക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഓരോരുത്തരുടെയും നിതാന്തമായ ജാഗ്രത ഈ വിഷയത്തിൽ വേണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന കണക്കുകൾ. വിശദമായി തന്നെ മുന്നോട്ട് ഈ വിഷയം പരിശോധിക്കുകയാണ്. നമ്മൾ MACT ആക്ടിലേക്ക് വരുമ്പോൾ ഒരുപാട് സംശയങ്ങളുണ്ട്. ആമുഖമായി പറയാനുള്ളത് എന്താണ് ആ നിയമത്തെക്കുറിച്ച്? MACT എന്ന് പറഞ്ഞാൽ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര്. അത് 1/7/1989 കേരളത്തിൽ നടപ്പിൽ വന്നത്. 88 ആ നിയമം പാസ്സാക്കിയെങ്കിലും കേരളത്തിൽ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അത് നടപ്പിൽ വരികയുണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഈ വാഹനാപകടം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ പരിക്ക് പറ്റുന്ന ഒരാൾക്ക് 6 മാസത്തിനുള്ളിൽ നഷ്ടപരിഹാരം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ആ നിയമം പാസ്സാക്കിയത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ 6 വർഷം വരെ എടുക്കുന്നുണ്ട്, ചില കോടതികളിൽ 8 വർഷം വരെ എടുക്കുന്നുണ്ട് ഈ കേസുകൾ തീരാനായിട്ട്. അതിന് ഒരു കാരണം എന്താണെന്ന് വിചാരിച്ചാൽ ഇവിടെ വാഹനങ്ങൾ വളരെയധികം കൂടി, അതുപോലെ തന്നെ ആക്സിഡൻറ്റ് വളരെയധികം കൂടി. 40,000-ഓളം ആക്സിഡൻ്റാണ് ഒരു കൊല്ലം ഉണ്ടാവുന്നത്. 45,000-ഓളം പേർക്കാണ് ഒരു കൊല്ലം പരിക്ക് പറ്റുന്നത്. അതിൽ 4,000-ഓളം പേരാണ് ഒരു കൊല്ലം കേരളത്തിൽ മരിക്കുന്നത്. ഇവർക്കൊക്കെ കൂടിയിട്ട് ഏകദേശം 30-32 കോടതികൾ മാത്രമാണ് ഇവിടെയുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 100-ൽ കൂടുതൽ കോടതികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് തീർക്കാൻ പറ്റുള്ളൂ. മുൻകാലങ്ങളിലൊക്കെ സിവിൽ കേസുകളിലൊക്കെ വളരെയധികം ഡിലേ വന്നിരുന്നു. ഇപ്പോൾ സിവിൽ കേസുകളുടെ എണ്ണം താരതമ്യേന കുറഞ്ഞു. അതേസമയം MACT കേസുകൾ വളരെയധികം കൂടി, ആക്സിഡൻറ്റുകളും വളരെയധികം കൂടി. അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള വേണ്ടത്ര കോടതികൾ ഇവിടെ ഇല്ല. രണ്ടാമത് ഇനിയിപ്പോൾ ഇതിൽ ഒരു വ്യത്യാസം കൂടി വന്നിട്ടുള്ളത്, 1994 സെൻട്രൽ ഗവൺമെൻറ് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഒരു അമെൻമെൻറ്റ് വരുത്തിയിരുന്നു. അതായത് MACT ജഡ്ജി എന്ന് പറയുന്നത് ജില്ലാ ജഡ്ജിയുടെ റാങ്കോ ഹൈക്കോടതി ജഡ്ജി ആവാൻ യോഗ്യതയുള്ള ആളോ ആയിരിക്കണമെന്നായിരുന്നു മുമ്പുണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് ജില്ലാ ജഡ്ജി ആവാൻ യോഗ്യതയുള്ള ആൾ എന്ന നിലയിലേക്ക് നിയമം അമെൻഡ് ചെയ്തു. ഇവിടെ ഗവൺമെൻറ്റോ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കോടതികളോ ഈ കാര്യം വേണ്ടത്ര ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കേരളത്തിലൊഴിച്ച് പല സംസ്ഥാനങ്ങളിലും MACT കേസുകൾ കൈകാര്യം ചെയ്ത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഓർ സബ് ജഡ്ജാണ്. ദാറ്റ് മീൻസ് അവർ രണ്ടുപേരും ജില്ലാ ജഡ്ജ് ആവാൻ യോഗ്യതയുള്ളവരാണ്. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഈ MACT കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ജില്ലാ ജഡ്ജ് എന്നുള്ള റാങ്കിലുള്ള ആ വ്യക്തിയിൽ നിന്ന് എടുത്തു മാറ്റി അതിന് താഴെയുള്ള സബ് ജഡ്ജ്, വളരെയധികം സബ് ജഡ്ജ് ഉണ്ടാവും ഒരു ജില്ലയിൽ തന്നെ, അവരിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതികളിലേക്കും മാറ്റി കൊടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഡിലേ, ഈ പെട്ടെന്ന് കേസ് തീരാൻ വരുന്ന കാലതാമസം പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റും. അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിയമപരമായി അങ്ങനെ ഒരു വ്യത്യാസം വന്നാൽ തന്നെ ഇവിടെ കേസുകൾ ഏകദേശം ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ തന്നെ തീരുന്നതാണ്. ഇവിടെ പരിക്ക് പറ്റുന്ന ആൾ, ടോട്ടലി പാരലൈസ് ചെയ്തിരിക്കുന്ന ആൾ, മരണപ്പെട്ട ആൾ, അവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുട്ടികൾ, ഇവരൊക്കെ ഒത്തിരി കാലം ഈ നിയമത്തിൽ നിന്നുള്ള നിയമപരമായിട്ടുള്ള പൈസ പ്രതീക്ഷിച്ചിട്ട് ഓരോ കോടതിയിലും കയറി ഇറങ്ങുകയാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ തീർക്കാവുന്നതാണ്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ആ കാര്യത്തിൽ നയപരമായ ചില നടപടികളൊക്കെ എടുക്കുകയും മോട്ടോർ വെഹിക്കിൾ ആക്ട് അമെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പുതിയ അമെൻമെൻ്റ് അനുസരിച്ച് ഈ 1/9/2020 പുതിയ ആക്ട് നിലവിൽ വന്നത്. അതിൻ്റെ റൂൾസ്, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് 1/10/2020 നടപ്പിൽ വന്നിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ സെറ്റിൽമെൻറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അതുപോലെ തന്നെ കേസുകൾ വേഗം തീർക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുക എന്നീ കാര്യങ്ങളിലേക്ക് ഇന്ത്യ ഗവൺമെൻറ് ഈ പാർലമെൻറ്റ് നിയമം മൂലം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലങ്ങളിൽ കുറച്ചുകൂടി സ്പീഡിൽ സെറ്റിൽമെൻറ്റിന് വേണ്ടി ഇൻഷുറൻസ് കമ്പനി തന്നെ ഒരാളെ നിയമിക്കുക എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സ്പീഡിൽ ഈ കാര്യങ്ങൾ തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ MACTൽ കേസ് ഫയൽ ചെയ്യുക എന്ന് പറയുന്നത് സാധാരണയായിട്ട് വ്യക്തികൾക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണ്. കാരണം ഇതൊരു ട്രൈബ്യൂണലാണ്, ഒരു ജുഡീഷ്യലായിട്ടുള്ള ഒരു കോടതിയുടെ അതേ രീതിയിലല്ല അതിൻ്റെ പ്രവർത്തനങ്ങൾ. ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് MACTയിലേക്ക്
പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ആ റിപ്പോർട്ടിൽ MACT ജഡ്ജിക്ക്, അതായത് ഈ ട്രൈബ്യൂണലിനെ തീർച്ചയായും വിശദമായി തന്നെ അത് അടുത്ത ഘട്ടത്തിൽ വരാം. മോട്ടോർ വാഹന ഭേദഗതിയിലൂടെ സമഗ്രമായ മാറ്റം തന്നെയാണ് രാജ്യം കൊണ്ടുവന്നത്. അതേസമയം സംസ്ഥാനത്തെ സംബന്ധിച്ച് ഗതാഗത നിയമ ലംഘനങ്ങൾക്കുള്ള പിഴ കുറച്ച ഒരു തീരുമാനം അത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമായി തന്നെ നടക്കുന്നൊരു സമയം കൂടിയാണ് ഇപ്പോൾ. നമ്മൾ വീണ്ടും ഇതിന്റെ നിയമവശത്തിലേക്ക് വരുമ്പോൾ തൃശൂർ സ്റ്റുഡിയോയിലേക്ക് പോകുമ്പോൾ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് കുര്യൻ, നമ്മൾ നേരത്തെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമഗ്രമായ കവറേജിന്റെ സംശയങ്ങൾ, തേർഡ് പാർട്ടി ഇൻഷുറൻസിന്റെ കാര്യങ്ങൾ, നിരവധി സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. അതിനൊരു വ്യക്തമായ ഉത്തരം നൽകുകയാണെങ്കിൽ അതെന്തായിരിക്കും? ഇൻഷുറൻസിനെ കുറിച്ച് എല്ലാവർക്കും തെറ്റായിട്ടുള്ള കുറേ ധാരണകളുണ്ട്. എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് എന്താണെന്ന് പലർക്കും അറിഞ്ഞുകൂടാ, എന്തെല്ലാമാണ് കവറേജ് എന്ന് അറിഞ്ഞുകൂടാ, ഏത് തരത്തിലുള്ള പോളിസിയാണ് എടുക്കേണ്ടത് എന്ന് അറിഞ്ഞുകൂടാ. ഇതിലെന്താ വിചാരിച്ചാൽ 2 തരം പോളിസികളാണ് സാധാരണയായിട്ട് മോട്ടോർ വെഹിക്കിളിനെ അനുബന്ധമായിട്ട് ഇൻഷുറൻസ് കമ്പനികൾ ഇഷ്യൂ ചെയ്യുന്ന പോളിസികൾ. പണ്ടത്തെ കാലത്ത് 3-4 ഇൻഷുറൻസ് കമ്പനികൾ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് 4 നാഷണലൈസ്ഡ് ആയിട്ടുള്ള കമ്പനികളായിരുന്നു. ഇപ്പോഴത് ഏകദേശം 40ഓളം ഇൻഷുറൻസ് കമ്പനികൾ ഈ ഫീൽഡിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ കൂടുതലാണ്. ഏതെങ്കിലും വിധത്തിൽ നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കാൻ ഇങ്ങനെ സാധിക്കുമെന്നതിനെക്കുറിച്ചുള്ള ചിന്ത പ്രൈവറ്റ് കമ്പനികളുടെയും അതുപോലെ തന്നെ പല കമ്പനികളുടെ ഉള്ളിൽ ഉടലെടുക്കുന്നതായിട്ട് പല കേസുകളും പഠിക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. ഇവിടെ 2 തരത്തിലുള്ള ഇൻഷുറൻസ് ആണ് മോട്ടോർ വെഹിക്കിളിനെ സംബന്ധിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഇൻഷുറൻസിന്റെ പേര് പറയുന്നത് ആക്ട് ഓൺലി പോളിസി അല്ലെങ്കിൽ തേർഡ് പാർട്ടി പോളിസി. നമ്മൾ സാധാരണ ജനങ്ങളൊക്കെ അതിനെ തേർഡ് പാർട്ടി പോളിസി എന്ന് പറയും. അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 147 സെക്ഷൻ അനുസരിച്ച് ആ ഒരു കവറേജ് നിർബന്ധമായും കവറേജ് ഇല്ലാത്ത ഒരു വാഹനം, ഇൻഷുറൻസ് കവറേജ് ഇല്ലാത്ത വാഹനം നിരത്തിലിറങ്ങാൻ പാടില്ല. ആ ആക്ട് പറയുന്നുണ്ട് എന്തെല്ലാം കവറേജുകളാണ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അതിനെയാണ് ആക്ട് ഓൺലി പോളിസി എന്ന് പറയുന്നത്. ആക്ട് പറയുന്നത് അതനുസരിച്ച് ഏതെങ്കിലും ഒരു വാഹനം ഒരു തേർഡ് പാർട്ടിയെ ഇടിച്ചു കഴിഞ്ഞാൽ ആ തേർഡ് പാർട്ടിക്ക് അൺലിമിറ്റഡ് കവറേജാണ്. വേണമെങ്കിൽ എത്ര കോടി രൂപ വേണമെങ്കിൽ വിധിക്കാം. 6 കോടി രൂപ വരെ വിധിച്ചിട്ടുള്ള കേസുകൾ തന്നെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് അൺലിമിറ്റഡ് ആണ്. ആളുടെ സ്റ്റാറ്റസ്, ആളുടെ വരുമാനം, ആൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം, യൂണിറ്റ് എന്ന് പറയും. അതിന് ഒരു പ്രത്യേക രീതിയിലുള്ള മൾട്ടിപ്ലയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇയേഴ്സിനെ ഇട്ട് കണക്കാക്കിയിട്ട് കൊടുക്കുന്ന ഒരു നഷ്ടപരിഹാര ഫോർമുലയാണ് ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്. അത് ഇംഗ്ലണ്ടിലൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതനുസരിച്ച് അൺലിമിറ്റഡ് ആണ്. ഇനി രണ്ടാമത്തെ പോളിസിയാണ്, അത് കോംപ്രഹെൻസീവ് പോളിസി അല്ലെങ്കിൽ ബി പോളിസി എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാധാരണ തേർഡ് പാർട്ടി പോളിസി അതിലുണ്ടാവും. അതുകൂടാതെ തന്നെ ആ വണ്ടിക്ക് ഓൺ ഡാമേജ് എന്ന നിലയ്ക്ക് ആ വണ്ടിക്ക് കേടുപറ്റിയാൽ കിട്ടും. ഇതിലൊരു പ്രത്യേകതയുള്ളത്, പല ഇൻഷുറൻസ് കമ്പനികളും ഈ ഓൺ ഡാമേജ് ഉള്ള കോംപ്രഹെൻസീവ് പോളിസി എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒരു കാറുണ്ട്, ആ കാറിൽ 5 പാസഞ്ചേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേറെ പേഴ്സണൽ ആക്സിഡന്റ് കവറേജും കൂടി കൊടുക്കാറുണ്ട്. ആക്ച്വലി അത് ആവശ്യമില്ല. ഈ കോംപ്രഹെൻസീവ് പോളിസി എടുക്കുന്ന ആൾക്ക് ഓട്ടോമാറ്റിക് കവറേജ് ആണ്. ദാറ്റ് മീൻസ് ആസ് എ ഗിഫ്റ്റ് എന്നാണ് അത് പറയുന്നത്. അതനുസരിച്ച് അതിലത്തെ പാസഞ്ചേഴ്സിന് കവറേജ് ഉണ്ട്. അതിന് പ്രത്യേകം പ്രീമിയം അടയ്ക്കേണ്ടതില്ല. പക്ഷെ പല പോളിസികളിലും അത് അടയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ 2 തരം പോളിസിയുള്ളൂ. ഈ പോളിസിയിൽ ഏത് കവറേജ് ആണോ ഈ ആക്ട് പറയുന്നത് അത് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതൊന്ന്. രണ്ടാമത് കോംപ്രഹെൻസീവ് പോളിസി മാത്രമായിട്ട് കൊടുക്കാൻ പാടില്ല, ആക്ട് ഓൺലി മസ്റ്റാണ്. അങ്ങനെയാണ് ഇതിൻ്റെ പോളിസി. അതിന് കവറേജ് സാധാരണയായിട്ട് എത്ര തേർഡ് പാർട്ടിക്ക് എത്ര നഷ്ടം വന്നാലും അത് കൊടുക്കാൻ ബാധ്യസ്ഥയാണ്. അൺലിമിറ്റഡ് ആണ്. ഇപ്പോൾ മുമ്പൊക്കെ അൺലിമിറ്റഡ് ആയിരുന്നില്ല, ലിമിറ്റഡ് ആയിരുന്നു. ഇപ്പോൾ അത് അൺലിമിറ്റഡ് ആണ്. ഇപ്പോൾ പുതിയ നിയമം വന്നിട്ടുണ്ട്. അതനുസരിച്ച് എന്താ വിചാരിച്ചു കഴിഞ്ഞാൽ ഹിറ്റ് ആൻഡ് റൺ എന്ന് പറയും. ഇടിച്ചിട്ട് നിർത്താതെ പോകുന്ന വണ്ടികളിൽ പറ്റുന്ന അപകടത്തിന് നഷ്ടപരിഹാരം കിട്ടും. അതുപോലെ തന്നെ ഈ ഏതെങ്കിലും വിധത്തിൽ നോ ഫാൾട്ട് ലയബിലിറ്റി എന്ന് പറയും. ആരുടെ കുറ്റാണെന്ന് അറിയാതെ കലാമിറ്റി, അതായത് ആക്ട് ഓഫ് ഗോഡ് എന്നൊക്കെ പറയില്ലേ, അതായത് മഴ വീഴുക, കല്ല് വീഴുക, മറിഞ്ഞു വീഴുക, ഡ്രൈവറില്ലാതെ അപകടം ഉണ്ടാവുക, അങ്ങനെയൊക്കെയുള്ള ഇതിന് കവറേജ് കിട്ടുന്നുണ്ട്. അത് മരിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷവും അതുപോലെ തന്നെ ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ 2,50,000. എക്സാമ്പിളായിട്ട് ഇപ്പോൾ ഒരു പട്ടിയെ ഇടിച്ചു വണ്ടി മറിഞ്ഞു വീണു, അതിലത്തെ പാസഞ്ചർ അല്ലെങ്കിൽ അതിലത്തെ റൈഡർ അവർക്ക് കിട്ടും. തേർഡ് പാർട്ടി മീൻസ് എന്താ വിചാരിച്ചാൽ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സംശയിക്കപ്പെടുന്ന ഒരു വേർഡാണ്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഉടമസ്ഥൻ ആൻഡ് ഇൻഷുറൻസ് കമ്പനി, അതേഴ്സ് ആർ തേർഡ് പാർട്ടി. തേർഡ് പാർട്ടി ഇൻക്ലൂഡിങ് സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സ്ട്രേഞ്ചർ പോലും വേണമെങ്കിൽ തേർഡ് പാർട്ടി ആയിട്ട് വരാം. പിന്നെ കോമ്പൻസേഷൻ ഡെത്ത് കേസിൽ കിട്ടുന്നത് ഡിപ്പെൻഡൻസി അനുസരിച്ചാണ്. ഭാര്യ, കുട്ടികൾ, അമ്മ ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നതിനനുസരിച്ച് അതിനൊരു യൂണിറ്റ് വേർഡ്സ് ആയിട്ട് തിരിക്കും. ദാറ്റ് മീൻസ് 4 പേരുള്ള അംഗങ്ങളുള്ളതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ 5ാമനാണ് മരിച്ച ഒരാൾ, 5 പേരിൽ ഒരാളാണ് മരിച്ചതെന്ന് വിചാരിച്ചാൽ, അതായത് ഭർത്താവാണ് മരിച്ചതെന്ന് വിചാരിച്ചാൽ 2 കുട്ടികളും അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഭാര്യയും ഉണ്ടെന്ന് വിചാരിച്ചാൽ അവരെ ഒരു യൂണിറ്റായിട്ട് തിരിക്കും. അവരുടെ ഒരു ഭാഗം 4-1 അല്ലെങ്കിൽ 5-1 ഭാഗം
അയാളുടെ പേഴ്സണൽ എക്സ്പെൻസ് ആയിട്ട് കണക്കാക്കും, ബാക്കിയുള്ളത് നഷ്ടപരിഹാരം കൊടുക്കും. ഇഞ്ചുറി കേസിന് എങ്ങനെയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാധാരണയായിട്ട് 10-16 ഹെഡുകളുടെ നഷ്ടപരിഹാരം കിട്ടും. അത് ഓരോ ഹെഡ് ഞാനിവിടെ വിശദീകരിച്ച് പറയുന്നില്ല. അതെങ്ങനെ ഏതാണോ നമുക്ക് നഷ്ടം പറ്റിയിട്ട് അത് മുഴുവൻ കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് കുര്യൻ, ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരും ഇല്ലാത്തവരും അപകടമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ചോദ്യങ്ങൾ കൂടിയുണ്ട്. അതിനായി ഒരു ഉത്തരം. സാധാരണയായിട്ട് അപകടം ഉണ്ടാകുന്നതിൽ 10% ആൾക്കാർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് പ്രോപ്പറായിട്ടില്ല. പലർക്കും അറിഞ്ഞുകൂടാ എന്താണ് ലൈസൻസ്, ഏത് തരത്തിലുള്ള ലൈസൻസാണ് വേണ്ടത് എന്നുള്ളത്. പുതിയ അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ച് 6 തരം ലൈസൻസുകളാണ് ഇപ്പോൾ ഉള്ളത്. പുതിയതായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആക്ട് അനുസരിച്ച് 6 തരം ലൈസൻസുകളാണുള്ളത്. അതിലൊന്നെന്താ വെച്ചാൽ മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ, ഒരെണ്ണം വിത്ത് ഗിയർ, അത് കഴിഞ്ഞാൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, പിന്നെ അത് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ, പിന്നെ റോഡ് റോളർ, അത് കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ക്രൈറ്റീരിയയിൽ വരുന്ന വാഹനങ്ങൾ. അതിലെന്താ വെച്ചാൽ ലേണേഴ്സ് ലൈസൻസ് എന്ന് പറയുന്ന 6 മാസത്തെയാണ് കാലാവധി ഉള്ളത്. അത് ഓടിക്കുന്ന സമയത്ത് വേറൊരാൾ സഹായിയായിട്ടുണ്ടാവണമെന്നാണ്. പലപ്പോഴും അത് അനുസരിക്കാറില്ല. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ടാക്സി പണ്ട് 3 വർഷമായിരുന്നു, ഇപ്പോൾ അത് 5 വർഷമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഗുഡ്സൊക്കെ കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് 3 കൊല്ലത്തിലൊരിക്കൽ ലൈസൻസ് പുതുക്കണം. അതിൻ്റെ ഉദ്ദേശം എന്താ വിചാരിച്ചാൽ അദ്ദേഹത്തിൻ്റെ കാര്യക്ഷമത അളക്കുന്നതിന് കൂടിയിട്ട് വേണ്ടിയിട്ടാണത്. അതുപോലെ തന്നെ ഒരു ലൈസൻസ് ഇഷ്യൂ ചെയ്താൽ എത്രയാണ് അതിൻ്റെ കാലാവധി എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. ഇപ്പോൾ സ്കൂൾ പഠന കാലഘട്ടത്തിലൊക്കെ ഈ മോട്ടോർ വാഹന നിയമത്തെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ ഈ നിയമങ്ങൾ അനുസരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും ഒരു പഠന വിഷയം വരികയാണെങ്കിൽ കുട്ടികൾക്ക് അതിൽ വേണ്ടത്ര അറിവുണ്ടാവുമായിരിക്കും. ഇപ്പോൾ പുതിയ നിയമം അനുസരിച്ച് ഒരു ആൾ 30 വയസ്സിന് താഴെയുള്ള ആളാണ് ലൈസൻസ് എടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈസൻസിൻ്റെ കാലാവധി 40 വയസ്സ് വരെയാണ്. അതേസമയം അത് മുമ്പ് 20 വർഷം ഓർ 50 വയസ്സ് വരെ എന്നുള്ളതായിരുന്നു. അതിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുപോലെ 30 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ലൈസൻസ് എടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലൈസൻസിൻ്റെ കാലാവധി 50 വയസ്സ് വരെയാണ്. അതുപോലെ തന്നെ ഈ 50 വയസ്സ് കഴിഞ്ഞ ആൾ ഒരു ലൈസൻസ് പുതുക്കുകയാണെങ്കിൽ അത് 10 കൊല്ലത്തേക്കാണ്, മുമ്പ് അത് 5 വർഷത്തേക്കായിരുന്നു. അതുപോലെ തന്നെ 55 വയസ്സിന് മുകളിലുള്ള ആളുടെ ലൈസൻസ് 5 കൊല്ലത്തിലൊരിക്കൽ പുതുക്കണം എന്നാണ്. അത് ഓരോ പ്രാവശ്യം പുതുക്കുന്നതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പ്രായം കൂടുന്തോറും അദ്ദേഹത്തിൻ്റെ കഴിവുകളും കണ്ണിൻ്റെ കാഴ്ചകളും മറ്റുമൊക്കെ വ്യത്യാസം വരും. വിദേശ രാജ്യങ്ങളിലൊക്കെ സാധാരണയായിട്ട് ഒരു വെഹിക്കിൾ ഓടിക്കാവുന്ന മണിക്കൂർ 3.5 മണിക്കൂറാണ്. 3.5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യണമെന്നാണ്. ആകെ ഒരാൾ 10 മണിക്കൂർ കൂടുതൽ ഓടിക്കാൻ പാടില്ല. കേരളത്തിൽ അങ്ങനെയല്ല. ഇവിടുന്ന് ബോംബെക്ക് പോകുന്ന ഒരാൾ കാലത്ത് പോവുകയാണ്, പിറ്റേ ദിവസം കാലത്ത് അവിടെ എത്തുകയാണ്. ഇടയ്ക്കൊന്ന് കാപ്പി കുടിക്കാൻ നിർത്തിയെങ്കിലായി ചെറുതായിട്ടൊന്ന് ഇതാവും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ നിയമത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ കുട്ടികൾ ഈ ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ വണ്ടി ഓടിക്കുന്നു എന്ന് പറയുന്നത് പോലും മറ്റുള്ളവർക്കൊരു ഹരമായിട്ട്, അതായത് 7 വയസ്സുള്ള എൻ്റെ കുട്ടി മോട്ടോർ സൈക്കിൾ ഓടിച്ചു എന്ന് വളരെ അഭിമാനത്തോടു കൂടിയാണ് മാതാപിതാക്കൾ പറയുന്നത്. അതുപോലെ തന്നെ 10 വയസ്സുള്ള കുട്ടി കാർ ഓടിക്കുമെന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടു കൂടിയാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പെനാൽറ്റി 500 രൂപയൊക്കെ ആയിരുന്നു, അതിപ്പോൾ 10,000 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മൈനറായിട്ടുള്ള കുട്ടി വാഹനം ഓടിച്ചാൽ 25,000 രൂപയാണ് ഗാർഡിയൻ്റെ കയ്യിൽ നിന്ന് പിഴയായിട്ട് ഈടാക്കുക. അങ്ങനെ ഈ പിഴ സംഖ്യ ഒരു കാരണവശാലും കുറയ്ക്കാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം പണ്ട് നിയമം ഉണ്ടായിരുന്ന കാലത്ത് വാഹനങ്ങൾ വളരെ സമ്പന്നരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നതല്ല. ഇന്നിപ്പോൾ സാർവത്രികമായിട്ട് 3 ആളിൽ ഒരാൾക്ക് വാഹനമുണ്ട് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഇത് കർശനമാക്കുന്നതോട് കൂടി ഇവിടുത്തെ അപകടങ്ങൾ കുറയും. 10-1 ലൈസൻസ് പ്രോപ്പറായിട്ടില്ലാത്തവരാണ് ഈ അപകടം ഉണ്ടാക്കുന്നതിൽ എന്നാണ്. ഫ്രാൻസിസ് കുര്യൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബോധവൽക്കരണം, പരിശീലനം, അതോടൊപ്പം തന്നെ നിയമം കടുപ്പിച്ചപ്പോൾ രംഗത്ത് സജീവമായി നമ്മുടെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ എന്നിട്ടും വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇനി കൂട്ടിച്ചേർക്കേണ്ടത് എന്തൊക്കെയാണ്? നിയമത്തെക്കുറിച്ചിട്ട് യഥാർത്ഥത്തിൽ എല്ലാവർക്കും നല്ല രീതിയിലുള്ള അറിവ് കുറവാണ്. ആരും അതിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. പലരും ഇങ്ങനെ ഈ പിഴ കൂട്ടി എന്നുള്ള ആക്ഷേപങ്ങൾ പറയുകയാണ് ചെയ്തിട്ടുള്ളത്. അത് മാത്രം പോരാ. ഇത് യഥാർത്ഥത്തിൽ നിയമം പരിപാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിയമപരമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള അറിവില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് അനുസരിക്കാനുള്ള താല്പര്യം കുറയും. അനുസരിക്കാനുള്ള താല്പര്യം ഉണ്ടാവണമെങ്കിൽ അതിനെക്കുറിച്ച് അവയർനെസ് വേണം, കറക്റ്റായിട്ടുള്ള നോളജ് വേണം. അത് എന്തുകൊണ്ടാണ് സമൂഹത്തിന് അത് എന്ത് വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് ചിന്തിക്കണം. അതുപോലെ തന്നെ ഓരോ അപകടത്തിലും മരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഭർത്താവോ കുട്ടിയോ ഭാര്യയോ അങ്ങനെയാണെന്ന് ചിന്തിക്കുന്ന ഒരു ഇത് വരണം. ഇവിടെ പല ആൾക്കാർക്കും ഈ അപകടം ഉണ്ടാവുന്നത് വരെ അതിൻ്റെ ഗ്രാവിറ്റി അറിയില്ല. ഏകദേശം ഇപ്പോൾ
ഈ അപകടം ഉണ്ടാവുന്നതിൽ ഏകദേശം 45,000-ഓളം പേർക്ക് അപകടം പറ്റുന്നതിൽ 4,000 പേരോളം മരിക്കുന്നുണ്ട്. അതേസമയം തന്നെ അതിൻ്റെ ഏകദേശം ഒരു 40,000-ൻ്റെ ഒരു 10% ടോട്ടലി പാരലൈസ്ഡ്, ഡോക്ടർ പറഞ്ഞ മാതിരി തലയ്ക്ക് ഗുരുതരമായിട്ട് പരിക്ക് പറ്റിയിട്ട് ഏകദേശം താളവട്ടം സിനിമയിലൊക്കെ ഉള്ള പോലെ കിടക്കുന്ന ഒരവസ്ഥയിലാണ് കിടക്കുന്നത്. ഏകദേശം ഒരു 8 തൊട്ട് 10 വരെ ശതമാനം ആൾക്കാർ. ഏകദേശം 60% ആൾക്കാർ ഫ്രാക്ചർ പറ്റിയവരാണ്, ഏതെങ്കിലും എല്ലുകൾ ഒടിയുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരു 20 തൊട്ട് 30% വരെ ചെറിയ പരിക്കുകൾ പറ്റിയതും 10%-ഓളം പ്രോപ്പർട്ടി ഡാമേജുമാണ്. ഇതാണ് ഇതിൻ്റെ ഒരു ഏകദേശം പാറ്റേൺ. അപ്പോൾ ഇവിടെ ഈ അനുഭവിക്കുന്ന ആൾക്കാരുടെ ദുരിതം ഇവർക്കൊന്ന് കാണുകയും അതിനെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാവുകയും ചെയ്താൽ തന്നെ പകുതി അപകടങ്ങൾ കുറയും. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയതായിട്ട് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ചില അമെൻമെൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ കമ്പൽസറി ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ സർവീസ് ചെയ്യണമെന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതെല്ലാം വേണ്ട രീതിയിൽ നടപ്പിൽ വരുത്തുകയും അതിന് വേണ്ടതായ ഒരു അവയർനെസ് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ അപകടങ്ങൾ വളരെയധികം കുറയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപകടത്തിന്റെ ആഘാതം, മരണമുണ്ടാക്കുന്ന വേദന, അതോടൊപ്പം പരിക്കേൽക്കുന്നവരുടെ സാഹചര്യം, അതിനോടൊപ്പം തന്നെ അവരെ വലയ്ക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളും ആശങ്കകളും. പലപ്പോഴും ഉണ്ടാകുന്ന കാലതാമസങ്ങൾ അത് മാറിയിട്ടുണ്ടോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? പ്രധാനമായിട്ട് ഈ അപകടം ഉണ്ടായാൽ അപ്പോൾ തന്നെ ചികിത്സ കിട്ടുക, വേണ്ട ചികിത്സ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അതിലിപ്പോൾ മുൻകാലങ്ങളിലൊക്കെ വളരെയധികം പ്രശ്നമുണ്ട്. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അവരപ്പം തന്നെ പറയും 1 lakh rupees കെട്ടി വയ്ക്കൂ. അപ്പോൾ അതിനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാവില്ല. അടുത്ത മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് വളരെ അകലെയായിരിക്കും. അവിടേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും അദ്ദേഹം ചിലപ്പോൾ മരണമടഞ്ഞെന്നും വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് ഈ പുതിയ മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ ഗോൾഡൻ അവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു മണിക്കൂർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തുന്ന വശം തന്നെ ആദ്യത്തെ 1 മണിക്കൂറിൽ വരുന്നതായ ട്രീറ്റ്മെൻറ്റ്, അതിന് വരുന്ന ചെലവ് അത് ഇൻഷുറൻസ് കമ്പനികൾ വഹിക്കുക, അല്ലെങ്കിൽ ഗവൺമെൻറ് വഹിക്കുക, അതിനൊരു അതോറിറ്റി ഉണ്ടാക്കുക എന്ന രീതിയിലേക്കാണ് ആ കൺസെപ്റ്റിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഗോൾഡൻ അവേഴ്സ് റൂൾ പ്രാബല്യത്തിൽ വന്നാൽ ഏകദേശം തലയ്ക്കും അതുപോലെ തന്നെ ഗുരുതരമായി പരിക്ക് പറ്റുന്നതിൽ ഒരു 50% ആൾക്കാരെങ്കിലും രക്ഷിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രീറ്റ്മെൻറ്റിന് ചെല്ലുമ്പോൾ മുന്നേ തന്നെ വലിയൊരു പൈസ ഇവർക്ക് ഓരോ ഹോസ്പിറ്റലിലും ചിലവാക്കേണ്ടി വരുന്നുണ്ട്. ചില സമയത്തൊക്കെ 10-20 ലക്ഷമൊക്കെ രൂപയാവും. ഡോക്ടർ ഇവിടെ ഉള്ളതുകൊണ്ട് ഡോക്ടർക്ക് അറിയാം ഒരു ന്യൂറോ സർജറി ഒക്കെ പെട്ടെന്ന് വേണ്ടി വന്നാൽ വരുന്ന ചിലവ്, അതിൻ്റെ മറ്റ് പല ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനികൾ ആദ്യം തന്നെ ഈ പൈസ ക്യാഷ്ലെസ് ആയിട്ട് അടയ്ക്കണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നീട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് റിക്കവർ ചെയ്യാമെന്നുള്ള, ഇൻഷുറൻസ് കമ്പനിക്ക് റിക്കവർ ചെയ്യാം ആ പൈസ എന്നുള്ള നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേയും കൂടി നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും. യഥാർത്ഥത്തിൽ ശരിയായ ട്രീറ്റ്മെൻറ്റ് ശരിയായ സമയത്ത് കിട്ടാത്തത് കൊണ്ടാണ് കുറേയധികം മരണങ്ങൾ ഉണ്ടാവുന്നത്. അത് തന്നെയല്ല, ഏതൊരു അപകടം ഉണ്ടായാലും ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു അവേഴ്സിൻ്റെയോ അല്ലെങ്കിൽ 2 അവറിൻ്റെ മുമ്പിലോ കിട്ടേണ്ട ട്രീറ്റ്മെൻറ്റ് പിന്നീട് എത്ര പൈസ കൊടുത്ത് ചെയ്താലും അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുന്നതല്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഈ ഗോൾഡൻ അവേഴ്സ് ആ റൂള് ഇപ്പോൾ ഈ പുതിയ ആക്ടിൽ വന്നിട്ടുള്ളത് വളരെ എഫക്റ്റീവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലേണേഴ്സ് എടുക്കുന്നതിന് മുൻപ് കൃത്യമായി നിയമങ്ങൾ പഠിക്കുന്നു, അത് പാലിക്കുന്നു. അന്നൊരു ദിവസം ഒരു പക്ഷേ ഇതുപോലൊരു നിയമം പാലിക്കുന്ന ആരെയും നമുക്ക് ലോകത്ത് കാണാനാകില്ല. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. പക്ഷെ അതിനുശേഷം ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച സിവിക് സെൻസ് എവിടെയോ പോകുന്നുണ്ടെങ്കിൽ ഒരു റോഡ് നിയമ സാക്ഷരത നമ്മളെ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്താൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നിയമം കർശനമായിട്ട് പാലിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത് ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഈ ഒരു ട്രെയിനിങ് പോലെ കൊടുക്കുക. ഏതെങ്കിലും വിധത്തിലുള്ള ട്രാഫിക് നിയമം ലംഘിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് പിഴ ഈടാക്കുന്നതിന് പകരമായിട്ട് അവർ നിർബന്ധമായിട്ട് ഒരു ട്രെയിനിങ്ങിന് വിടുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അത് മാറും. രണ്ടാമത് എന്താ വെച്ചാൽ ഈ ട്രാഫിക് നിയമങ്ങൾ പലപ്പോഴും അവർ തെറ്റിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ വിചാരിക്കുന്നത് ഇതാരും കാണുന്നില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ്. ആരും കാണുന്നില്ല എന്നതുകൊണ്ട് ആരും ഇല്ലാത്ത സാഹചര്യങ്ങളിൽ 1 വേ ഒക്കെ തെറ്റിക്കാൻ അവർക്കൊരു താല്പര്യം കൂടുതലുണ്ടാവും. പക്ഷേ അങ്ങനെയല്ലാതെ അതെന്താ കൊണ്ടാന്ന് വിചാരിച്ചാൽ കാണുന്നില്ല ഉള്ളത് കൊണ്ടും ആരും കണ്ടുപിടിച്ചില്ല എന്നതുകൊണ്ടും തൽക്കാലം രക്ഷപ്പെടാം എന്ന് വിചാരിച്ചാലും പിന്നീട് അതേ സിസ്റ്റം തന്നെ അദ്ദേഹത്തിൻ്റെ ബ്രെയിനിലുണ്ടാവും. അതേപോലെ തന്നെ അയാളത് ഫോളോ ചെയ്യാൻ ശ്രമിക്കും. പലപ്പോഴും ഒരു അപകടം ഉണ്ടാകുന്നത് വരെ ഒരു ചെറിയ ട്രാഫിക് നിയമം തെറ്റിച്ചതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു അപകടം ഉണ്ടായി കഴിയുമ്പോൾ അത് എങ്ങനെയുണ്ടായി, ആരുടെ കുറ്റം കൊണ്ടുണ്ടായി, ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ വരും. അതുപോലെ തന്നെ ഈ ട്രാഫിക് ഈ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ചില രാജ്യങ്ങളിലൊക്കെ 1% തൊട്ടിട്ട് 10% വരെയുള്ള കോമ്പൻസേഷൻ ഉടമസ്ഥൻ കൊടുക്കുക എന്നുള്ളൊരു ബാധ്യത എനിക്ക് വെക്കാറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ ഉടമസ്ഥന് യാതൊരു പേടിയും തോന്നുന്നില്ല. കാരണം ഇൻഷുറൻസ് കമ്പനി പൈസ കൊടുത്തോളും. അത് തന്നെയല്ല, ഇതിന് കൊടുക്കുന്ന പണിഷ്മെൻറ്റ് വളരെ കുറവാണ്. ഒരു വാഹന അപകടത്തിൽ പൂർണ്ണമായിട്ട് തളർന്നു പോകത്തക്ക വിധത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു പരിക്ക് പറ്റിയ ആൾക്കും അദ്ദേഹത്തിന് അടയ്ക്കേണ്ട പിഴ അല്ലെങ്കിൽ ശിക്ഷ എന്ന് പറയുന്നത് 2,500 രൂപയാണ്.
അതുകൊണ്ട് തന്നെയാണ് അതേസമയം ചെറിയൊരു പരിക്ക് പറ്റിയ ആൾക്കും അതുപോലെ തന്നെ വളരെ ഗ്രീവിയസ് ആയിട്ട് പരിക്ക് പറ്റിയ ആൾക്കും അദ്ദേഹം ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുമ്പോൾ അതിന് കാരണമായിട്ടുള്ള ഡ്രൈവർ അടയ്ക്കേണ്ട പിഴ എന്ന് പറയുന്നത് വെറും 2000-ഓ 2500 രൂപയോ ആണ്. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പം ട്രാഫിക് വയലേഷന് കൊടുക്കുന്ന പിഴയിലും വളരെ കുറഞ്ഞൊരു സംഖ്യയാണ് ഈ ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചുള്ള പിഴസംഖ്യയും അല്ലെങ്കിൽ തടവും 6 മാസം തടവോ അങ്ങനെ. അതുപോലെ തന്നെ ഒരാൾ ഈ അപകടത്തിൽ വെച്ച് മരണം അടഞ്ഞു കഴിഞ്ഞാൽ കിട്ടാവുന്ന മാക്സിമം ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷമാണ്. ഇത് 3 വർഷം ഒരിക്കലും കിട്ടാറില്ല. പാർട്ടീസ് അവർ തമ്മിൽ അത് സെറ്റിൽ ചെയ്യുകയും ആളെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ശിക്ഷ അനുഭവിക്കാതെ തന്നെ പോവുകയും ചെയ്യും. അങ്ങനെ വളരെ ലിബറൽ ആയതുകൊണ്ട് കുറ്റം ചെയ്യാനുള്ള പ്രവണത ഇവർക്ക് വളരെയധികം കൂടും. പിന്നെ പുലർക്കാലങ്ങളിലാണ് രാത്രിയാണ് അപകടം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണം പല സ്ഥലത്തേക്കും ടൂർ പോകുന്ന ആൾക്കാർ ഈ ടാക്സികൾ അവർക്ക് പിറ്റേ ദിവസം ഓട്ടം ഉണ്ടാവും, വേറെ സ്ഥലത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടാവും. എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ ട്രാഫിക്കിലെ തടസ്സം കൊണ്ടോ അത് മറ്റു കാരണങ്ങൾ കൊണ്ടോ ഡിലേ വരും. അപ്പോൾ അവർ എങ്ങനെയെങ്കിലും ഇത് എത്തിക്കുക എന്നുള്ളത് അവരുടെ ഒരു ബാധ്യതയായിട്ട് മാറുകയാണ്. മിക്ക അപകടങ്ങളും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും തിരിച്ചു വരുമ്പോഴാണ് ഉണ്ടാവുക. കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം റൂം എടുക്കുന്നത് ഒഴിവാക്കാൻ പറ്റും, യാത്രയിൽ കാലത്ത് വന്ന് വീട്ടിൽ വന്ന് വിശ്രമിച്ചിട്ട് കടന്ന് പിറ്റേ ദിവസം ജോലിക്ക് പോകാൻ പറ്റും. ഇങ്ങനെയാണ് അവരത് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ടാക്സിക്കാർ അവർക്ക് പിറ്റത്തെ ഒരു ദിവസത്തെ ഓട്ടം പോകുമെന്നുള്ളത് കൊണ്ടും അതേസമയം വീട്ടുകാർ പിറ്റത്തെ ജോലി നഷ്ടപ്പെടേണ്ട എന്നുള്ളത് കൊണ്ടും രാത്രി മുഴുവൻ യാത്ര ചെയ്യാനായിട്ട് അവരും നിർബന്ധിക്കും. അത് പരമാവധി അവോയ്ഡ് ചെയ്ത് വളരെ സാവധാനം നമ്മളൊരു സന്തോഷകരമായ ഒരു കാര്യത്തിന് ഒരു ടൂറൊക്കെ പോവുകയാണെങ്കിൽ അത് എൻജോയ് ചെയ്ത് പതുക്കെ വരത്തക്ക വിധത്തിൽ ശ്രദ്ധിച്ചാൽ അങ്ങനെ കുറച്ച് അപകടങ്ങൾ ഒഴിവാക്കാം. അപ്പോൾ ഈ പിഴസംഖ്യയെക്കുറിച്ചിട്ടും അതിൻ്റെ നിയമപരമായ വശങ്ങളെക്കുറിച്ചും ഇടയ്ക്കിടയ്ക്കൊരു ധാരണ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഈ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ ഒരു ചർച്ചകൾ നടത്തുകയാണെങ്കിൽ അത് തന്നെ കുറയും.